ലോകത്ത് വിവിധ യുഗങ്ങളിലായി നിരവധി പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരും അവരുടെ കാലത്തിനും ദേശത്തിനും അനുസരിച്ചായിരുന്നു പ്രബോധനം ചെയ്തത്. ആ കാലഘട്ടത്തിൻ്റെയും ദേശത്തിൻ്റെയും സാഹചര്യം അനുസരിച്ച് അതിന് അനുയോജ്യമായ എന്തെങ്കിലും ഒക്കെ അത്ഭുത സിദ്ധികളുമായിട്ടാണ് അള്ളാഹു ഓരോ പ്രവാചകന്മാരെയും അയച്ചത്. നമുക്ക് നൂഹ് നബിയെ സംബന്ധിച്ച് നോക്കാം. ഏറ്റവും ചരിത്ര പ്രസിദ്ധമായൊരു നബിയാണ് മഹാനായ നൂഹ് നബി. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ഒരു മഹാപ്രളയമുണ്ടായി, അതായത് ഒരു വെള്ളപ്പൊക്കമുണ്ടായി. എന്നാൽ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പൽ പണിയണമെന്നും നൂഹ് നബിക്ക് ഒരു വഹയിലൂടെ അഥവാ ദിവ്യ സന്ദേശത്തിലൂടെ വിവരം ലഭിച്ചു. നമുക്കറിയാം, മനുഷ്യൻ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുന്ന ഒരു യുഗമാണ് നൂഹ് നബിയുടെ യുഗം. ഇന്ന് ലോകത്ത് കാണുന്ന അതിപ്രാചീനമായ സംസ്കാരങ്ങളെല്ലാം നൂഹ് നബിയുടെ സന്തതികളിലൂടെ ഉണ്ടായതാണ്. നമ്മുടെ ഇന്ത്യയിലെ ഹാരപ്പ, മോഹൻജദാരോ പോലെയുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലും നൂഹ് നബിയുടെ പിൻഗാമികളിലൂടെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നേതാവ് എന്ന് വേണമെങ്കിൽ നൂഹ് നബിയെ വിശേഷിപ്പിക്കാം. അതുപോലെ മറ്റൊരു കാര്യം, മനുഷ്യൻ കാലാവസ്ഥ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഗവേഷണം ചെയ്യുന്ന ഒരു നിരീക്ഷണ സ്വഭാവം ഉണ്ടായത് നൂഹ് നബിയുടെ കാലഘട്ടം മുതലാണ്. അതുകൊണ്ട് തന്നെ നൂഹ് നബിക്ക് അള്ളാഹു നൽകിയ അത്ഭുതം എന്ന് വെച്ചാൽ ഈ രണ്ട് വസ്തുതകളാണ്. അതായത് കാലാവസ്ഥ പ്രവചിക്കുക, വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ആദ്യമേ പ്രവചിക്കുക. അത് വിജയിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി. അതുപോലെ അക്കാലം വരെ ആർക്കും ഉണ്ടാക്കാൻ സാധ്യമാകാത്ത വിധമുള്ള ഒരു അത്ഭുത കപ്പൽ. അന്നൊക്കെ കരമാർഗമാണ് മനുഷ്യൻ സഞ്ചരിക്കുക, ജലത്തിലൂടെ സഞ്ചരിക്കുക, അതിനു വേണ്ട വാഹനം നിർമ്മിക്കുക എന്നുള്ളതൊക്കെ അക്കാലഘട്ടത്തിൽ മനുഷ്യന് ചിന്തിക്കാനാവാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായും നിർമ്മാണ സ്വഭാവമുള്ള ഒരു യുഗത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്ന യുഗത്തിൽ, അന്നത്തെ സാങ്കേതിക വിദ്യയെ വെല്ലുന്ന വിധത്തിലുള്ളൊരു നിർമ്മാണവുമായിട്ടാണ് അദ്ദേഹം വന്നത്. നൂഹ് നബിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ വെള്ളപ്പൊക്കം അത് മുസ്ലിങ്ങളുടെ ഒരു കഥ മാത്രമല്ല. ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ന് മാത്രമല്ല, ഭാരതീയ പുരാണങ്ങളിൽ പോലും ആ പ്രളയത്തെ സംബന്ധിച്ച് അതിശക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവാചകനാണ് മഹാനായ മൂസാ നബി. മൂസാ നബിക്ക് അള്ളാഹു 9 വലിയ അത്ഭുതങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 9-ൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വന്തം കയ്യിൽ പിടിക്കുന്ന വടി നിലത്തിട്ടാൽ അത് പാമ്പ് പോലെ ഇഴഞ്ഞു നടക്കുക എന്നുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഇസ്രായേൽ മേഖലയാണല്ലോ, ഈജിപ്ഷ്യൻ ഇസ്രായേൽ മേഖല. അവിടെ കൂടോത്രം, മാരണം, അതുപോലെ ആഭിചാര ക്രിയകൾ, മാജിക്കുകൾ എന്നിങ്ങനെയുള്ള സ്വഭാവങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ കഴിവിനെ വെല്ലുന്ന വിധത്തിലുള്ള കഴിവുമായിട്ടാണ്, ഒരു വിദ്യയുമായിട്ടാണ് മൂസാ നബി അള്ളാഹു അയച്ചത്. മൂസാ നബിയുടെ കയ്യിലുള്ള വടി താഴെ കിട്ടാൽ പാമ്പ് പോലെയാകുന്നു, സർപ്പമാകുന്നു. എന്നാൽ ആ കഴിവിൻ്റെ മുന്നിൽ അവിടെയുള്ള എല്ലാ മജീഷ്യന്മാരും പരാജയപ്പെട്ടു പോയി. അതുപോലെ മൂസാ നബിയുടെ മറ്റൊരു കഴിവാണ് സ്വന്തം കയ്യിൽ നിന്ന് പ്രകാശമുണ്ടാവുക. ആ വിഷയത്തിലും മൂസാ നബിയെ പരാജയപ്പെടുത്താൻ അന്നുള്ള ഒരു മജീഷ്യൻസിനും സാധ്യമായില്ല. ഇനി നോക്കുക, മറ്റൊരു പ്രധാനപ്പെട്ട നബിയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. മറ്റു ഓൾഡ് സെമിറ്റിക് ഭാഷയിലൊക്കെ വിളിക്കുകയാണെങ്കിൽ യേശു, അതുപോലെ ഗ്രീക്ക് ഭാഷയിൽ വിളിക്കുകയാണെങ്കിൽ ക്രിസ്തു. പേരെന്ത് വിളിച്ചാലും ആളൊന്ന് തന്നെയാണ്. ക്രിസ്തു ആകട്ടെ, യേശു ആകട്ടെ, ഈസയാകട്ടെ, വ്യക്തി മറിയമിൻ്റെ മകനായ ഒരേ ഒരു വ്യക്തി. അദ്ദേഹം 2000 കൊല്ലം മുമ്പാണല്ലോ ജീവിച്ചത്. ആ കാലഘട്ടത്തിലാണ് ലോകത്ത് വൈദ്യശാസ്ത്രം
ശക്തമായി വളരുന്നത്. നമ്മുടെ ഭാരതീയ ആയുർവേദ ചികിത്സയുടെ പ്രധാന ആചാര്യനാണ് ചരകൻ. ചരകൻ്റെ കാലഘട്ടവും വളരെ കൃത്യമായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഏകദേശം നോക്കുകയാണെങ്കിൽ ഈസാ നബിയുടെ കാലഘട്ടം തന്നെയാണ്. അതിൻ്റെ ഏകദേശം ഒരു തൊട്ട് മുമ്പ് ജീവിച്ച വ്യക്തിയാണ് ഗ്രീക്ക് സംസ്കാരത്തിലെ ഒരു അതിപ്രധാനമായ വൈദ്യശാസ്ത്ര പിതാവായ ഹിപ്പോക്രാറ്റസ്. അതുപോലെ ചൈനയിലും ഈജിപ്തിലുമൊക്കെ വൈദ്യശാസ്ത്രങ്ങൾ തഴച്ചു വളരുന്ന യുഗമാണ് അത്. ആ ഒരു യുഗത്തിൽ അന്ന് നിലവിലുണ്ടാകുന്ന വൈദ്യശാസ്ത്രത്തെ വെല്ലുന്ന വിധത്തിലുള്ള ഒരു മാന്ത്രിക ശക്തിയുമായിട്ടാണ്, ഒരു മോചിതത്ത്, ഒരു അത്ഭുത സിദ്ധിയുമായിട്ടാണ് അള്ളാഹു ഈസാ നബി അയച്ചത്. ഇനി ഇത് കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവർക്ക് അള്ളാഹു ഈസാ നബിയെ അയച്ചു എന്നുള്ളത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ പിതാവ് പുത്രനെ അയച്ചു അല്ലെങ്കിൽ മകനെ അയച്ചു എന്ന് വിശ്വസിക്കൂ, അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിക്കൂ. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഈസാ നബിക്ക് വൈദ്യശാസ്ത്ര വിദ്വാൻമാരെ വെല്ലുന്ന കഴിവ് ലഭിച്ചു. അദ്ദേഹം അക്കാലത്ത് ചികിത്സ പോലും കണ്ടെത്താനാവാത്ത ചില രോഗങ്ങളെ വളരെ സുഗമമായി ചികിത്സിച്ചു ഭേദമാക്കി. കുഷ്ഠരോഗം സുഖമാക്കി കൊടുത്തു. അതുപോലെ വെള്ളപ്പാണ്ട് ഒരു തടവൽ കൊണ്ട് തന്നെ സുഖപ്പെടുത്തി കൊടുത്തു. കാഴ്ചയില്ലാത്ത അന്ധന്മാർക്ക് കേവലം കണ്ണിൽ ഒരു തടവൽ കൊണ്ട് കണ്ണിന് സുഖം നൽകി, കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ ഇവിടെയൊക്കെ നാം കാണുന്നത് ഓരോ പ്രവാചകന്മാരും അവരുടെ യുഗത്തിലുള്ള ഏറ്റവും വലിയ മനുഷ്യന്റെ കണ്ടെത്തൽ എന്താണോ അതിനെ വെല്ലുന്ന, അതിനേക്കാൾ ഉയർന്ന ഒരു കഴിവുമായിട്ടാണ് അവർ വന്നത്. ഇനി അവസാനം വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 1500ഓളം വർഷം മുമ്പ് ജീവിച്ച മഹാനാണ്. ആ മഹാൻ ജീവിച്ച യുഗത്തിലാണ് ലോകത്ത് സാഹിത്യം തഴച്ചു വളർന്നത്. അതായത് സാഹിത്യ യുഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു യുഗമുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ ജീവിതകാലമാണ്. അത് അറബി ഭാഷയിൽ മാത്രമല്ല, ലോകത്തെ ഏത് ലാംഗ്വേജുകളിലേക്ക് നിങ്ങൾ നോക്കിയാലും സാഹിത്യ യുഗം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആ കാലഘട്ടം തന്നെയാണ്. ഒരുപക്ഷെ സംസ്കൃത ഭാഷയിൽ അതിനേക്കാൾ പഴക്കമുള്ള ചില വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഉണ്ടായേക്കും. എന്നാൽ ഇന്ന് കാണുന്ന ക്ലാസിക്കൽ ലാംഗ്വേജുകൾ പരിഗണിക്കുകയാണെങ്കിൽ, മൊത്തത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ സാഹിത്യ ഗ്രന്ഥങ്ങൾ, സാഹിത്യ രചനകൾ, അതുപോലെ കാവ്യങ്ങൾ എല്ലാം പ്രത്യക്ഷപ്പെട്ടത് മുഹമ്മദ് നബിയുടെ ജീവിതകാലത്തും അതിന് തൊട്ട് മുമ്പുമുള്ള കാലത്താണ്. ഇനി ഭാരതീയ വേദങ്ങൾ മാത്രമല്ലല്ലോ, സംസ്കൃത ഭാഷയിൽ നിരവധി ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ടല്ലോ. പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, അവ മിക്കവയും രചിക്കപ്പെട്ടത് AD 1-ാം നൂറ്റാണ്ടിൻ്റെയും AD 7-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ തന്നെയാണ്. പക്ഷെ ഭാരതീയ സംസ്കാരത്തിനുള്ളൊരു പോരായ്മ എന്ന് വെച്ചാൽ കൃത്യമായൊരു കാലഗണന രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ പ്രധാന ആചാര്യന്മാരുടെ ഒന്നും ജീവിതകാലം എന്നാണെന്ന് വ്യക്തമായി ആർക്കും തന്നെ പറയാനാകില്ല. എന്നാൽ അത്തരമൊരു സാഹിത്യ യുഗത്തിൽ അള്ളാഹു ഒരു പ്രവാചകനെ അയച്ചപ്പോൾ, ആ പ്രവാചകന്റെ കയ്യിൽ കൊടുത്ത ഒരു ഏറ്റവും വലിയ അത്ഭുത സിദ്ധി, ഒരു മോചിതത്ത് എന്നുള്ളത് ലോകത്ത് നിലവിലുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ സാഹിത്യ രചനകളെയും വെല്ലുന്ന വിധത്തിലുള്ള ഒരു അത്ഭുത സൃഷ്ടിയായിരുന്നു കൊടുത്തത്. അതാണ് വിശുദ്ധ ഖുർആൻ. നമുക്കറിയാമല്ലോ, മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ മോചിതത്ത് എന്തെന്ന് വെച്ചാൽ അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. എന്നാൽ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സത്യത്തിൽ ഇനിയൊരു പ്രവാചകൻ ഇല്ല, പ്രവാചകത്വം അവസാനിച്ചു. കാരണം ലോകാവസാനം വരെ മുഹമ്മദ് നബിയുടെ ആ സന്ദേശങ്ങൾ നിലനിൽക്കും. കാരണം ആ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ, ലാംഗ്വേജ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭാഷയായി ഇനിയും വികസിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്.
യുണൈറ്റഡ് നേഷൻസ് പോലും അംഗീകരിച്ച ലോകത്തെ 6 ഭാഷകളിൽ ഒന്ന് ഒരു മതകീയ ഭാഷ ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ മാത്രമാണ്. അല്ലാതെ നമ്മുടെ ഭാരതീയ പുരാണങ്ങളുടെ ഭാഷ ഒരിക്കലും തന്നെ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടില്ല. ബൈബിളിൻ്റെ ഭാഷ, അതായത് ഹിബ്രു ഭാഷ, അല്ലെങ്കിൽ അരമായിക്ക് എന്ന സുറിയാനി ഭാഷ, അതൊന്നും തന്നെ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടേയില്ല. എന്നാൽ നമുക്ക് സങ്കല്പിച്ച് നോക്കാം, ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാലും ഈ കാലത്തൊരു പ്രവാചകൻ വരികയാണെങ്കിൽ, അങ്ങനെ വാദിക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ, അതാണ് ഖാദിയാനികൾ. 1908 മരിച്ചുപോയ മിർസ ഗുലാം അഹമ്മദ് എന്ന പഞ്ചാബുകാരൻ, അദ്ദേഹം പ്രവാചകനാണ് എന്ന അവകാശവാദമാണ് അതിൻ്റെ അനുയായികൾക്കും അദ്ദേഹത്തിനുമുള്ളത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിലെ ആദ്യത്തിലുമായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് യന്ത്ര ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിൻ്റെ കാലമാണ്. റേഡിയോ, ടെലിവിഷൻ എന്നിങ്ങനെ നിരവധി അത്ഭുതങ്ങൾ കണ്ടെത്തി. ആ നിലയ്ക്ക് അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ അത്തരം എന്തെങ്കിലുമൊക്കെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാവുന്ന ഒരു അത്ഭുത കഴിവുമായിട്ടാണ് അദ്ദേഹം വരേണ്ടത്. അദ്ദേഹം അങ്ങനെ വന്നില്ല. അദ്ദേഹത്തിന് ടെക്നോളജി അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം, ആ മിർസ ഗുലാം അഹമ്മദ് എന്ന ഖാദിയാനി നേതാവ് ഒരിക്കലും തന്നെ പ്രവാചകനല്ല. അതുപോലെ ഈ 2025 അല്ലെങ്കിൽ 25-ന്റെ ശേഷം ഇനി ഒരു പ്രവാചകനെ അള്ളാഹു അയക്കുകയാണെങ്കിൽ, കേവലം സാങ്കല്പികമാണ്, ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല. എങ്കിലും ഇക്കാലത്ത് എന്ത് മോചിതത്വമായിട്ടാണ് അള്ളാഹു അയക്കുക? അല്ലെങ്കിൽ എന്ത് അഷ്ടൈശ്വര്യ സിദ്ധിയുമായിട്ടാണ് ഇക്കാലത്ത് അള്ളാഹു ഒരു പ്രവാചകനെ അയക്കുകയാണെങ്കിൽ അയക്കാൻ സാധ്യതയുള്ളത്? എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗവേഷണം നടക്കുന്നത്, ഏറ്റവും വലിയ ഇടപെടൽ നടക്കുന്നത് ടെക്നോളജി മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രവാചകനെ അള്ളാഹു അയക്കുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പോലെ, അതായത് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സംവിധാനവുമായിട്ടാണ് അള്ളാഹു അയക്കുക. ഒരു ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസുമായിട്ടാണ് അയക്കുക. ക്വാണ്ടം മെക്കാനിക്സ് അടിസ്ഥാനമാക്കിയുള്ള ഒരു റോബോട്ടുമായിട്ടാണ് അള്ളാഹു അയക്കുക. ഒരു സാറ്റലൈറ്റ് ടെക്നോളജിയുമായിട്ടാണ് ഇന്ന് അള്ളാഹു ഒരു നബിയെ അയക്കുക. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ ജീൻ എഡിറ്റിംഗ്, സൂപ്പർ സ്പേസ് സയൻസ് എന്നിങ്ങനെ ഇന്നത്തെ മനുഷ്യൻ്റെ അതിനൂതനമായ സാങ്കേതിക മേഖലയായിരിക്കും. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഒരു പുതിയ പ്രവാചകനല്ല എങ്കിലും ഇനി വരുന്ന ഇമാം മഹ്ദിയാകട്ടെ, അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരുന്ന മഹാനായ ഈസാ നബിയാകട്ടെ, അവർക്കെല്ലാം ഇത്തരം കഴിവുകൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. സത്യത്തിൽ നാം സങ്കല്പിക്കുന്ന, നാം കാത്തിരിക്കുന്ന ദാബത്തുൽ അർള്, അതുപോലെ യജൂജ് മഅജൂജുകൾ എന്നിവയൊക്കെ ഇനി വരാനുള്ള, പ്രത്യക്ഷപ്പെടാനുള്ള റോബോട്ടുകളുമായി താരതമ്യം ചെയ്യേണ്ടതാണ്. കാരണം ഈ ക്വാണ്ടം മെക്കാനിക്സും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഒക്കെ നമ്മുടെ ഇന്നുള്ള ബൈനറി സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളും മറ്റുമല്ല. നമുക്ക് സങ്കല്പിക്കാനാവാത്ത അത്ഭുത മേഖലയാണ് ഇനി വരാനുള്ളത്. അതുകൊണ്ട് തന്നെ യജൂജ് മഅജൂജ് ആകട്ടെ, മറ്റെന്താവട്ടെ, ദാബത്തുൽ അർള് തന്നെയാകട്ടെ, അവയെയൊക്കെ ഇനി വരാനുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അടിസ്ഥാനമാക്കിയുള്ള AI പ്രകാരമുള്ള റോബോട്ടുകളുമായി ചേർത്തി വായിക്കേണ്ടത് തന്നെയാണ്.